ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും രണ്ട് ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. ഇത്രയും എളുപ്പത്തിലും രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് വേറെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിനെക്കാട്ടും മുന്നേ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ആദ്യം തന്നെ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു നേന്ത്രപ്പഴം നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു മാഷറോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ യൂസ് ചെയ്യാം. നല്ലതുപോലെ തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ നല്ലതുപോലെ തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് മാത്രം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് നമ്മുടെ റവയും നേന്ത്രപ്പഴമാണ്. ഇത് രണ്ടും മാത്രം മതി നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. ഞാൻ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മധുരമൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷേ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കരുത് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം പഞ്ചസാര ചേർക്കാതെ ആ ഒരു പഴത്തിൻ്റെ തന്നെ ഇളം മധുരവും പുളിപ്പൊക്കെയാണ് ഈ ഒരു സ്നാക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇളം ചൂടോടുകൂടി തന്നെ പഴത്തിന് ഇളം ചൂടുള്ളപ്പോൾ തന്നെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം സ്മൂത്ത് ബോളാക്കി എടുക്കാം. അതിനുശേഷം ഞാനിതിങ്ങനെ ഉരുട്ടിയിട്ട് ഒരു ഫിംഗറിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പം ബോളായിട്ടാണ് വേണ്ടതെങ്കിൽ ബോളായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ബോളായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ 9 പീസസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ഓയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ടൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒത്തിരി കളറൊന്നും ചേഞ്ച് ആവണ്ട, ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി കിട്ടിയാൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാവും ഈ ഒരു സ്നാക്ക്. ഇതിലും എളുപ്പത്തിലൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നറിയില്ല, അത്രയ്ക്ക് ഈസിയാണ്. നമ്മൾ പഴം പുഴുങ്ങിയെടുക്കാനുള്ള ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയം മാത്രം മതി. പഴം ഒന്ന് പുഴുങ്ങി കിട്ടിയാൽ പിന്നെ എല്ലാം ടപ്പേന്ന് തയ്യാറാകും. അത്രയ്ക്ക് ഈസിയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട്. ചെറിയ കുട്ടികൾക്ക് പോലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. വളരെ ഈസിയാണ്. ഒത്തിരി ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. ഇളം മധുരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പഴത്തിൻ്റെ ആ ഒരു ചെറിയ പുളിപ്പും കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതിയാകില്ല. അധികം മധുരമൊക്കെ ആകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മടുത്തു പോകുക. ഇതിപ്പോൾ ഇളം മധുരമൊക്കെ ആയത് കാരണം എത്ര കഴിച്ചാലും നമുക്ക് മതിയാകില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും പഞ്ചസാര ചേർത്ത് കൊടുക്കരുത്. പഞ്ചസാര ചേർക്കാതെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ, നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിടാനും മറക്കരുത്. അങ്ങനെയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.